അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവൻ അങ്ങനെ വിചാരിച്ചു കാണോ, ഇവനിങ്ങനെ വിചാരിച്ചു കാണോ, ഇങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കുറച്ച് ടേംസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാനും ഒരു ഓവർ തിങ്കർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് ബ്രെയിൻ ആണ് ഇതിന്റെ മെയിൻ റീസൺ. അതായത് എൻ്റെ ബ്രെയിൻ അങ്ങനെയാണ്, എൻ്റെ ബ്രെയിൻ ഓവർ തിങ്ക് ചെയ്തേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ തന്നെയാണ് ഒരു പരിധി വരെ നമ്മൾ ഈ ഓവർ തിങ്കിങ് എന്നുള്ളൊരു ഒരു 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 പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്. ആ ഒരു കാരണത്തിന്, ആ ഒരു ക്യാരക്ടറിന് നമ്മൾ തന്നെയാണ് കാരണം. അപ്പൊ അത് എന്താണ്, അത് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കഥയിൽ നിന്ന് തന്നെ പറയാം. 2018 കാലഘട്ടത്തിൽ ഞാൻ കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് മാസ്റ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് മാസ്റ്റേഴ്സൊക്കെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ കിട്ടിയിട്ട് ഞാൻ കാനഡയിലേക്ക് വരണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തു. ഞാൻ ആ ഫ്രണ്ടിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വളരെ എക്സൈറ്റഡ് ആയിട്ട് അവന് മെസ്സേജ് ഇടാം, എനിക്കിങ്ങനെ അഡ്മിഷൻ കിട്ടി മാസ്റ്റേഴ്സിന്. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കാനായിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ, നീ സമയം കിട്ടുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഒന്ന് മെസ്സേജ് ഇടുമോ അല്ലെങ്കിൽ വിളിക്കുമോ. അപ്പോൾ അന്നത്തെ സമയത്ത് വാട്സപ്പ് ഒക്കെ ഉണ്ട്, വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് റിപ്ലൈ ഒന്നും കാണാത്ത ആയപ്പോഴേ ഞാൻ പയ്യെ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി, എന്താണ് റിപ്ലൈ അയക്കാത്തത്. അപ്പം ആ ഒരു സമയത്ത് ഈ ബ്ലൂ ടിക്ക് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഇപ്പോഴത്തെ പോലെ ഇല്ല. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മൾ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണും, ഓട്ടോമാറ്റിക്കലി ബ്ലൂ ടിക്ക് ഓഫ് ചെയ്താനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അന്ന് ഈവനിങ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ഒന്നും അയക്കുന്നില്ല. അപ്പം എനിക്ക് ചെറിയൊരു നമ്മളീ പറഞ്ഞ ഓവർ തിങ്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവനിനി എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണോ എന്നങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചാൽ അവന് ബുദ്ധിമുട്ടാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അന്ന് ഈവനിങ് ഞാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയി. അന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണ് പഠിത്തമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കളിക്കുന്നിടയിൽ നമ്മളിങ്ങനെ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് അവൻ റിപ്ലൈ ഒന്നും അയച്ചില്ല. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ബ്ലൂ ടിക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ പാനിക്കായി. അതായത് ഓട്ടോമാറ്റിക്കലി അവൻ മെസ്സേജ് കണ്ടു, അതായത് മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കണ്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് റിപ്ലൈ വന്നില്ല. അപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്നിട്ട് കളി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിനോട് അവൻ മെസ്സേജ് കണ്ടു, പക്ഷെ റിപ്ലൈ ഒന്നും അയച്ചില്ല. അപ്പോൾ ഈ ഫ്രണ്ടിന് അവനെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞെടാ ഇനിയിപ്പോൾ അവനെ ഒഴിവാക്കാൻ നോക്കുന്നതാണോ. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് അവൻ പറഞ്ഞെടാ അളിയാ, നീ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതാണ്. അവന് ഒന്നാമത് കാനഡയിലാകുമ്പോൾ ടൈം സോൺ ചേഞ്ച് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ ഏത് സമയത്ത് മെസ്സേജ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നീ വെറുതെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ നീ വെറുതെ നിന്റെ മനസ്സിലൂടെ നീ തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ എന്നോട് കളിയാക്കി എന്ന് പറഞ്ഞു. പക്ഷെ അത് അവൻ പറഞ്ഞൊരു ടേം, നീ വെറുതെ നിന്റെ മൈൻഡിനോട് നിന്നെ തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊരു ടേമാണ് എനിക്ക് ശരിക്കും ഓവർ തിങ്കിങ്ങിനെ എനിക്ക് വെളിവാക്കാനായിട്ട് എന്നെ സാധിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ആ ഒരു കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ആ ഒരാളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെ നമ്മളെ തന്നെ നമ്മൾ ബ്രെയിനോട് പല കാര്യങ്ങളും നമ്മൾ പറയുകയാണ്. ഇപ്പം എൻ്റെ മറ്റേ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ അവൻ മെസ്സേജ് അയച്ചു, അവൻ എനിക്ക് വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ആലോചിച്ചു, ആ ഒരു 1 ഡേ ഞാൻ ചിന്തിച്ചു കൂട്ടിയത് അവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുന്നത് കൊണ്ട്, ഞാൻ അവനോട് ഒരു ഉപകാരം ചോദിക്കുന്നുണ്ട്, അവന് ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരേണ്ട വരുമോ, അങ്ങനെ നമ്മളൊരു കോമൺ ഹ്യൂമനായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതികളുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു. പക്ഷേ എല്ലാവരും ചിലപ്പോൾ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു സിനാരിയോ നല്ലൊരു ഓവർ തിങ്കിങ് എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ ഓരോന്ന് ചോദിച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പം ഇപ്പം എനിക്ക് ഓവർ തിങ്കിങ് വരുന്ന മൊമെന്റ്സ് ഉണ്ട്. ഞാൻ ഒരിക്കലും കള്ളം പറയുന്നില്ല, ഞാൻ ഓവർ തിങ്കർ ആയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ കൂടുതലുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് റിസോൾവ് ചെയ്യാൻ ചെയ്തത് 3 സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഞാനത് പറഞ്ഞു തരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇറ്റ് ഔട്ട്. അപ്പം എപ്പോഴും എൻ്റെ സൈഡിൽ ഞാൻ ഒരു നോട്ട് പാഡും ഒരു പെന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവും. അല്ലാതെ എനിക്ക് ബുക്സ് ഉണ്ട്. നിങ്ങൾക്ക് ബുക്സോ പേപ്പറോ നിങ്ങൾക്ക് ഫോണോ എന്തെങ്കിലും ഒരു മീഡിയം ടു റൈറ്റ് ഇറ്റ് ഔട്ട്. അതായത് നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങളൊരു മീഡിയം കണ്ടെത്തുക. അത് വലിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തലയിലിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാതെ നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ പകുതി ടെൻഷൻ അവിടെ ഒഴിവാകും. അതായത് നിങ്ങൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കും, നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ വിശകലനം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇത് എനിക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നൊരു കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് റിപ്ലൈ കിട്ടിയെങ്കിൽ ഇത് എനിക്കിപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഒക്കെ ഉണ്ട്, കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് 10 മിനിറ്റ് നിങ്ങളൊരു വറി ടൈം വെക്കുക. ഇത് കേൾക്കുന്ന ആളുകൾ ചിരിക്കും, പക്ഷേ ഓവർ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു സൈക്കോളജി ഒക്കെ വെച്ച് പറയുന്നത് ഞാൻ കേട്ടേക്കുന്നത്, ഞാൻ വായിച്ചതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്,
സ്ത്രീകളുടെ തോട്ട്സ് എപ്പോഴും പല ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ആണുങ്ങൾക്ക് എപ്പോഴും ഒരു ബോക്സ് ആണ്. ഇപ്പോൾ എന്താ കാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അതിലുള്ള ബോക്സിലാണ്, ബൈക്ക് എന്നുള്ള കൺസെപ്റ്റ് ഒരു ബോക്സിലാണ്, വർക്കൗട്ട് എന്നുള്ളൊരു സംഭവം ഒരു ബോക്സിലാണ്. നമ്മളൊരു ബോക്സിലാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ ബോയ്സിന് അങ്ങനെ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. റീസൺ എന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ബോക്സ് അല്ല, അവർ പല തോട്ട്സുമായിട്ട് കണക്റ്റഡ് ആണ്. അതിപ്പം ഒരു തോട്ട് തന്നെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആയിട്ട് നമുക്കൊരു മൈൻഡ് മാപ്പ് വരച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് വരച്ചാൽ പല തോട്ട്സുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അവരുടെ തോട്ട്. അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഇത് എല്ലാവരുടെയും കേസല്ല, ഇതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് ഓവർ തിങ്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ കേസ് പറഞ്ഞു, ഷീസ് ആൻ ഓവർ തിങ്കർ. അപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അവൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് അവൾ ബോധർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൂടുതൽ ചിന്തിക്കുക. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ നീ റിപ്ലൈ തരണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു. നീ സമയം എടുത്തു, ആലോചിച്ചിട്ട് നിന്റെ സമയം കിട്ടി ആലോചിച്ചിട്ട് നീ പറഞ്ഞാൽ മതി ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോരാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ടുള്ളത് മൂവ് യുവർ ബോഡി. അതായത് നമ്മൾ വർക്കൗട്ട് എന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നുണ്ട്, ഒരു ദിവസമായി 2 ദിവസമായി നിങ്ങളെ തന്നെ മൈൻഡിൽ അത് നിങ്ങളെ തന്നെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ആ തോട്ടിന് പുറകെ ഒത്തിരി പോകാതെ നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് മനഃപൂർവ്വം ഇൻവോൾവ് ആകാൻ തുടങ്ങുക. വാക്കിങ് നല്ലൊരു എക്സാമ്പിളാണ്, നടക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, അത് നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓട്ടോമാറ്റിക്കലി ബ്രെയിന് കുറേ റിലാക്സേഷൻ നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കുകയാണ്. 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഓവർ തിങ്ക് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓവർ തിങ്ക് വരുന്നത് നമ്മൾ തന്നെയാണ് കാരണം. നമ്മുടെ ബ്രെയിനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ടെൻഷൻ അടിപ്പിക്കാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ചെയ്യുക, ഓവർ ടൈം വയ്ക്കുക, മൂവ് യുവർ ബോഡി. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ തിങ്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. എനിക്ക് സാധിച്ചതാണ്. ഇനി നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.